ആട്ടം ആടിയവരും ആട്ടത്തിൽ പങ്കാളികളായവരും ആട്ടം കണ്ടവരും ആർക്കും അറിയില്ല ആരാണ് ഈ ആട്ടത്തിൻ്റെ സംവിധായകൻ അഥവാ നിയന്ത്രിതാവ്. ആട്ടത്തിൻ്റെ നിയന്ത്രിതാവ് ആരായിരുന്നുവെന്ന്, ഈ ആട്ടം ആരാണ് രൂപകൽപ്പന ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കുറേ കാലം കഴിയും. അണ്ണാ ഹസാരെയുടെ ജന്തർ മന്ദിറിലെ ഉപവാസ സമരം എന്ന ആട്ടത്തിൽ പിറന്നു വീണതാണ് ആം ആദ്മി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ആം ആദ്മി തലസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തു, വീണ്ടും പിടിച്ചെടുത്തു, പിന്നീട് വളരെ ദയനീയമായി പുറത്തേക്ക് പോയി. ആം ആദ്മിയുടെ സ്ഥാപകൻ സർവാധികാരി കുറേ കാലം തുറുങ്കിലടയ്ക്കപ്പെട്ടു. ഏതാണ്ട് അതിനോട് സമാനമായ മറ്റൊരാട്ടമാണ് ഇപ്പോൾ ജന്തർ മന്ദിറിൽ നടക്കുന്നത്. സുപ്രീം കോടതിയിലെ പ്രധാന ന്യായാധിപൻ ഉപയോഗിച്ച ഒരു വാക്കിൽ കയറിപ്പിടിച്ച് വിദേശത്തിരുന്ന് ഒരുത്തൻ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. പാറ്റ പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി. ആദ്യം അതൊരു തമാശയായി എല്ലാവരും കണക്കാക്കി. എന്നാൽ അതൊരു തമാശയായിരുന്നില്ല. ഏത് വിരുദ്ധ മനോഭാവത്തെയും പാലൂട്ടി വളർത്തി ഈ രാജ്യത്തിൻ്റെ നെഞ്ചിലേക്ക് കയറ്റിവിടാൻ കഴിയും എന്നറിയുന്ന സ്വദേശ വിദേശ ശക്തികൾ പാറ്റ പാർട്ടിയെയും വളർത്തി. അവരുടെ മുൻപിൽ അപ്പോൾ ഒരു പ്രശ്നം വീണ് കിട്ടുന്നു. നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളിൽ നിന്ന് അവരുടെ തോൽവിയെക്കുറിച്ച്, അവരുടെ പഠനങ്ങളെക്കുറിച്ച്, പരീക്ഷാ പേപ്പർ പരീക്ഷയ്ക്ക് മുൻപ് ചോർന്നു പോയതിനെക്കുറിച്ച് അങ്ങനെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. വിദേശത്തു നിന്നും പാറ്റ പാർട്ടിയുടെ നേതാവ് ഭാരതത്തിലെത്തുന്നു. ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല സമരം തുടങ്ങുന്നു. ആദ്യഘട്ടത്തിൽ അവഗണിച്ചവരൊക്കെ പിന്നീട് അവിടേക്ക് പോകുന്നു. കൃത്യമായിട്ട് വിശകലനം ചെയ്താൽ ആരൊക്കെയോ എവിടെയിരുന്നോ ചില ചരടുകൾ വലിക്കുന്നുണ്ട്. ആരാണെന്ന് പറയാൻ കഴിയുകയില്ല. ഇത് നിരീക്ഷിക്കുന്നവർക്ക് അസന്നിഗ്ധമായി ഒരു കാര്യം മനസ്സിലാകണം. ഈ നാടകങ്ങളിൽ അവസാനം നേട്ടം കൊയ്യാൻ പോകുന്നത് ഭാരതം ഭരിക്കുന്ന BJP തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണത്തോടെ ഡൽഹിയിൽ, തലസ്ഥാന നഗരിയിൽ കോൺഗ്രസിൻ്റെ കാറ്റ് എന്നേക്കുമായി ഊരിവിട്ടു. അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. അടുത്ത കാലത്തൊന്നും ഇനി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തലസ്ഥാനം ഭരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നീട് ആം ആദ്മിക്ക് ഇപ്പോൾ ഭരണമുള്ളത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ ആം ആദ്മിക്ക് ഭരണമുള്ളത് കൊണ്ടാണ് കാനഡയുടെ പ്രധാനമന്ത്രി പോലും അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതിനെക്കുറിച്ച് പ്രസ്താവന നടത്തി. കാരണം കാനഡയിൽ പ്രബലമായ ഒരു സമൂഹമാണ് സിഖ് സമൂഹം. സിഖ് സമൂഹത്തിന് ഇന്നും വൈകാരിക ഭാവമുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിൽ എത്ര കാലം ആം ആദ്മിയുടെ ഭരണമുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. അപ്പോൾ പാറ്റ പാർട്ടിയെ ആരാണ് ഇറക്കിയത് എന്ന് ഇപ്പോൾ കൂട്ടിക്കിഴിച്ചതുകൊണ്ട് കാര്യമില്ല. കഥയറിയാതെ ആട്ടം കാണുന്നവരാണ് പാറ്റ പാർട്ടിയുടെ സ്ഥാപകരും പങ്കാളികളും പിന്തുണയ്ക്കുന്നവരും എന്നത് കാലം ബോധ്യപ്പെടുത്തിത്തരും. ഈ പാറ്റ പാർട്ടിയുടെ ജന്തർ മന്ദർ സന്ദേശത്തിൻ്റെ ഇടയിൽ ഭാരതത്തിൽ മറ്റു പലതും സംഭവിക്കുന്നുണ്ട്. അത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോഴാണ് പാറ്റ പാർട്ടിയുടെ കോലാഹലങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ.